ഹലോ വെൽക്കം ലൈഫ് സ്റ്റൈൽ മലയാളം. ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത് മാമ എർത്ത് ഫസ്റ്റ് റൈൻ എന്ന പെർഫ്യൂമാണ്. മാമ എർത്ത് കുറേ നാൾ മുന്നേ ഞാനൊരു പെർഫ്യൂം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ആ പെർഫ്യൂം ജസ്റ്റ് ഒരു മാമ എർത്ത്, അതിൽ ഈ ഒരു മീ എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മാമ എർത്തിന്റെ ഒരു ഷോർട്ട് ഫോം ആയിരിക്കണം മീ എന്നുള്ളത്. സോ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസും ആയിരുന്നു. അത്യാവശ്യം എന്താ പറയാ, അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്ത ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു മാമ എർത്തിന്റെ ആ പ്രൊഡക്റ്റ്. സോ അതിന് ശേഷം മാമ എർത്ത് ഇറക്കിയ 4 പെർഫ്യൂംസ് പിന്നെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരെണ്ണം ഇത്, പിന്നെ ഒരു ഊത്, പിന്നെ വേറെ ഒരെണ്ണം ഉണ്ടായിരുന്നു. പേര് എനിക്ക് കറക്റ്റ് അക്വാറിന്റെ ഒരെണ്ണം ഉണ്ട്, പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട്. അപ്പൊ എന്തായാലും ഇന്ന് ഞാൻ ഫസ്റ്റ് റൈൻ ഇത് പരിചയപ്പെടുത്താം. ഇത് 10 ml ആണ്, 149 ആണ് പ്രൈസ് കൊടുത്തിട്ടുള്ളത്. ഇതിന്റെ 50 ml ഉണ്ട്. 50 ml അറൌണ്ട് 600 ആണ് പ്രൈസ് വരുന്നത്. 8 ml ആണ്. ഞാനത് എപ്പോഴും 10 ml എന്ന് പറയുന്നത്. 8 ml പെർഫ്യൂം ആണ്. കുറച്ചൊക്കെ യൂസ് ചെയ്ത ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോ ഇതിന്റെ ഒരു കളർ കണ്ട ഒരു പെച്ചോളി കൈൻഡ് ഓഫ് ഒരു പെർഫ്യൂമുകൾ നമുക്ക് കാണാൻ പറ്റിയ ഒരു ഗ്രീൻ പെച്ചോളി പെർഫ്യൂംസ് കിട്ടുന്ന ഒരു കളറാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഫ്രാഗ്രൻസ് എങ്ങനെയുണ്ട് നോക്കാം. ആറ്റമൈസർ സാധാരണ നമ്മൾ 8 ml പെർഫ്യൂംസ് കാണുന്ന ആറ്റമൈസർ തന്നെ. ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് ഞാൻ ഈ ഉടനെ സ്നിഫ് ചെയ്തിട്ട് പോലും ഇതിന് അങ്ങനെ ഒരു എത്തനോളിന്റെ ഒരു കുത്തല് അങ്ങനത്തെ സംഭവങ്ങളൊന്നും വരുന്നൊന്നുമില്ല. അപ്പൊ ഇവർ ഇതിന്റെ ബാക്കിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തതാണ് ഇതില് ഫാറ്റ് ലൈറ്റ്സ് യൂസ് ചെയ്തിട്ടില്ല, മാത്രമല്ല 1-2 സാധനങ്ങൾ ഇതിലില്ല എന്നുള്ളത്. ഫാറ്റ് ലൈറ്റ് ഫ്രീ ആണ്. പിന്നെ 100% വീഗൻ എന്ന് എഴുതിയിട്ടുണ്ട്. അതിപ്പോ എന്തായാലും എത്തനോളും വീഗൻ തന്നെയാണ്. പിന്നെ ബാക്കി സംഭവങ്ങളൊന്നും ഇതിന്റെ ബാക്കിൽ കാണാനില്ല. ഇൻഗ്രീഡിയൻസ് ഈത്തയിൽ ആൽക്കഹോൾ ഉണ്ട്. പിന്നെ അപ്പൊ ഇത് ഡീനാച്ചർ ചെയ്ത് എങ്ങനെയാണ്, ഡീനാച്ചേർഡ് വിത്ത് ടേർട്ട്, അതാണ് ഡൈത്തൽ ഫാറ്റ് ലൈറ്റ് വെച്ചിട്ടാണ് സാധാരണ പെർഫ്യൂംസ് ഡീനാച്ചർ ചെയ്യാറുള്ളത്. പക്ഷെ ഇവിടെ ഫാറ്റ് ലൈറ്റ് യൂസ് ചെയ്തിട്ടില്ല, പകരം ഈ ടേർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സാധനം വെച്ചിട്ടുള്ള എയ്ത്തൽ ആൽക്കഹോൾ ഡിറൈവ്ഡ് ഫ്രം ഗ്രെയിൻസ്. അത് തന്നെയാണ് എല്ലാ പെർഫ്യൂംസിനും വരാറുള്ളത്. മറ്റ ലോ ക്ലാസ് വില കുറഞ്ഞ എന്തെങ്കിലും പെർഫ്യൂംസിലാണ് വേറെ എന്തെങ്കിലും എത്തനോൾസ് യൂസ് ചെയ്യുക. അതല്ലാത്തൊക്കെ പെർഫ്യൂം ഗ്രേഡ് തന്നെയാണ് മോസ്റ്റ് ഓഫ് ദി കമ്പനീസും അത് തന്നെയാണ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ സ്നിഫ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഫ്രാഗ്രൻസ് എന്താ വെച്ചാൽ ഇതിന്റെ ഓപ്പണിങ്ങിൽ ഒരു ഫ്രഷ്നെസ് ആണ്. നല്ല ഒരു മാൻലി പെർഫ്യൂംസിനൊക്കെ കിട്ടുന്ന ഒരു ഫ്രഷ്നെസ്. ഇതൊരു യൂണിസെക്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ പ്രൊഡക്റ്റ് ആണ്. ഇവരങ്ങനെയാണ് ഇത് മെൻഷൻ ചെയ്തിട്ടുള്ളത്. സോ ഇതിന്റെ ഓപ്പണിങ്ങിൽ ഒരു സിട്രസി, ഒരു ബെർഗമോട്ട് സിട്രസി ഫ്രഷ്നെസ് ആണ്. അതിന്റെ ഒരു ചെറുതായിട്ട് ഒരു ലെയറിൽ നമുക്ക് ഒരു മസ്ക് പ്ലസ് വൈറ്റ് ഫ്ലോറിൽ തുടക്കത്തിൽ തന്നെ ഒരു ഹിന്റ് കിട്ടുന്നുണ്ട്. ആ ഹിന്റ് പിന്നീട് ഡെവലപ്പ് ആവുന്നത് ഇതിന്റെ മിഡിൽ നോട്ട്സിലാണ്. അതാണ് ജാസ്മിൻ പോലത്തെ ഒരു ഫ്രാഗ്രൻസിലേക്ക് ഇത് ഇത്തിരി കഴിഞ്ഞാൽ മാറി വരുന്നുണ്ട്. പിന്നീട് ഒരു പെച്ചോളി, പിന്നെ അതുപോലെ തന്നെ കുറച്ചൊരു ഗ്രീൻ നോട്ട്സും ചെറുതായിട്ടൊരു വുഡി ടച്ചും എല്ലാം കൂടി ഈ പെർഫ്യൂം കിട്ടുന്നുണ്ട്. അതാണ് ഈ പെർഫ്യൂം. പിന്നെ ഒരു ഗ്രീൻ പെച്ചോളി കൈൻഡ് ഓഫ് ഫ്രാഗ്രൻസിലേക്കാണ് ഇത് പോണത്. ആ ഒരു എന്താ പറയാ, അതിന്റെ ഒരു ഫ്ലോറൽ മാറിക്കഴിഞ്ഞാൽ അതാണ്. അപ്പൊ ഇതിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇതൊരു പെച്ചോളിയിൽ ചെന്ന് അവസാനിക്കും എന്നുള്ളത്. അപ്പൊ ഇത് ഫസ്റ്റ് റൈൻ എന്ന പേരുമായിട്ട് ഇനി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാല്, ഇത് ഫസ്റ്റ് റൈൻ അല്ല. ഒരു മഴയൊക്കെ പെയ്ത് നമ്മളെ കുറച്ചൊരു മഴ പെയ്ത് കുറച്ച് പുല്ലൊക്കെ ഇങ്ങനെ മുളച്ചു വന്നിട്ട് നമ്മൾ എന്തെങ്കിലും പറമ്പിലൂടെ ഒക്കെ നടക്കുമ്പോൾ ചില പുല്ലിന്ന് വരുന്ന ഒരു ഫ്രാഗ്രൻസ് ഉണ്ടല്ലോ. അതല്ലെങ്കിൽ പിന്നെ ചില ചെറിയ കാടൊക്കെ വെട്ടിക്കഴിഞ്ഞാലൊക്കെ ചില ഒരു തരം ഗ്രീൻ ഫ്രാഗ്രൻസ് വരുമല്ലോ, ആ ഒരു നനഞ്ഞ കാട് വെട്ടുമ്പോൾ. അങ്ങനത്തെ ഒരു ടച്ച് ഇതിന്റെ ഈ ഒരു പെച്ചോളി പ്ലസ് ആ ഒരു വുഡി കോമ്പിനേഷനിലേക്ക് പോകുമ്പോൾ, ഒരു വുഡി അല്ല, ഒരു ഗ്രീൻ വുഡി അങ്ങനെയാണ് വരുന്നത്. അതിലേക്ക് പോകുമ്പോൾ അങ്ങനെയൊക്കെ ചെറുതായിട്ട് തോന്നുന്നുണ്ട്. അതല്ലാതെ ഫസ്റ്റ് റെയിൻ എന്ന് പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റിലൊന്നും എനിക്ക് തോന്നണില്ല. ഇനി വേറെ എവിടെയെങ്കിലും ഫസ്റ്റ് റെയിൻ ഇങ്ങനെയാണോ ഫ്രാഗ്രൻസ് ഉള്ളത് നമുക്ക് അറിയാം. ഞാൻ നമ്മളെ നാട്ടിൽ എക്സ്പീരിയൻസ് ചെയ്തത് ഇങ്ങനെയല്ല. അപ്പൊ എന്തായാലും അതാണ് ഇതിന്റെ ഫ്രാഗ്രൻസ് വരുന്നത്. എന്നിട്ട് ഇത് മോശം ഫ്രാഗ്രൻസ് ഒന്നുമല്ല, നല്ല ഫ്രാഗ്രൻസ് തന്നെയാണ്. ഇനി ഇതിന്റെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ മാമ എർത്ത് ഞാൻ മുമ്പ് പറഞ്ഞ പെർഫ്യൂം തരക്കടില്ലായിരുന്നു. പക്ഷേ പിന്നെ ഇതൊന്നും അത്ര തന്നെ അങ്ങോട്ട് പെർഫോം ചെയ്യുന്നില്ല. ഇതൊരു 1 hourന്റെ ഉള്ളിലുള്ള ഒരു പ്രൊജക്ഷനേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ഡ്രസ്സിൽ അപ്ലൈ ചെയ്താൽ നമുക്കൊരു 3+ hours ഇത് ലാസ്റ്റ് ചെയ്യും. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ഒരു മാക്സിമം ഒരു 4 hours വരെ ഒക്കെ ലോഞ്ചിവിറ്റി ഉണ്ടാവും. അപ്പൊ മാമ എർത്തിന്റെ ഈ പെർഫ്യൂം എന്റെ ഒപ്പീനിയനിൽ ഇത് ചെറുതൊക്കെ വാങ്ങിച്ചു നോക്കിയുള്ളൂ, വലുത് വാങ്ങണ്ട എന്നുള്ളതാണ് എന്റെ ഒരു ഒപ്പീനിയൻ. ചെറുത് നമുക്ക് പോക്കറ്റിലൊക്കെ കൊണ്ടുനടക്കാൻ ഓക്കെ.
ഓക്കെയാണ്, ട്രൈ ചെയ്ത് നോക്കിയോളൂ. അപ്പോൾ അതൊക്കെയാണ് ഈ പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ്. സോ എനിവേസ് ദാറ്റ്സ് ഓൾ ഫോർ ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.